എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിതാവ് വിഷയമല്ല, അതായത് സെൻറ്റ് റീത്ത സ്കൂളിൻ്റെ കാര്യമല്ല, വേറൊരു സ്കൂളിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. സെൻറ്റ് റീത്ത സ്കൂളിൻ്റെ ന്യൂസ് ഇന്നൊരു ദിവസം ഒഴിവ് കൊടുത്തിരിക്കുകയാണ്. നാളെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞതിൻ്റെ ശേഷം നാളെ വീഡിയോ ചെയ്യാം. ഇന്നലെ മലപ്പുറത്ത് ഒരു ചേലേമ്പറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ALP സ്കൂളുണ്ട്. അവിടുത്തെ LKG വിദ്യാർത്ഥി, LKG അല്ല UKG വിദ്യാർത്ഥിനെ സ്കൂളിൽ ബസ്സിൽ കയറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കുട്ടിയുടെ മാതാവ് കൊടുത്തു. എന്താണെന്ന് ചോദിച്ചാൽ 2 മാസത്തെ ഫീസ്, സ്കൂൾ ഫീസ് അല്ല, ഈ വണ്ടിക്കുള്ള പൈസ അത് 1000 രൂപ കൊടുക്കാനുണ്ട്. ആ 1000 രൂപ കൊടുക്കാത്തതിൻ്റെ പേരിൽ ആ കുട്ടീനെ പുറത്താക്കിയെന്നില്ല, ബസ്സിൽ കയറ്റൂല. ബസ്സിൽ കയറ്റാൻ ചെല്ലുമ്പോൾ സമയത്ത് കയറണ്ട, നിൻ്റെ ഈ 1000 രൂപ ബസ്സിനുള്ള ചാർജ് അത് തന്നതിന് ശേഷം ബസ്സിൽ കയറിയാൽ മതി എന്നും പറഞ്ഞ് ആ കുട്ടീനെ പിടിച്ചു നിർത്തി തടഞ്ഞു സ്കൂൾ അധ്യാപിക, പ്രഥമ അധ്യാപിക, അല്ലാത്ത അധ്യാപിക എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ സുഡാപ്പികളുടെ കണ്ണിലൊന്നും പെടുന്നില്ല? നിങ്ങൾ ഈ സെൻറ്റ് റീത്ത സ്കൂളിനെ പറ്റിയിട്ട് വാദിക്കുന്നുണ്ടല്ലോ, ആ വെന്നീസ് എൻ്റർടൈൻമെൻറ്റ് മുതൽ ഇങ്ങ് സന്ദീപിൻ്റെ യൂട്യൂബ് ചാനൽ വരെ. അതുപോലെ തന്നെ ഒരു സ്വാമിയുണ്ട്, ഒരു പരനാറി സ്വാമി ഉണ്ടല്ലോ, ഒരു കിഴവൻ, ഒരു മക്കളൊന്നും ഇല്ലാത്ത ഒരു മൈരൻ. ഇവനൊന്നും ഇത് കാണുന്നില്ല ഇത്. അപ്പോൾ ഈ സ്കൂളിൽ ആ കുട്ടി അനുഭവിക്കുന്ന ദുരിതം, ആ കുട്ടീനെ ഒരുപാട് ആളുകൾ പല സ്ഥലത്തുനിന്നും ആ കുട്ടീനെ ബന്ധപ്പെടുന്നുണ്ട്. ആ കുട്ടിയെ പിതാവിൻ്റെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. ചിലപ്പോൾ കൂലിപ്പണിക്കാരാവും, ചിലപ്പോൾ ഒരു നേരത്തെ പോലും ആഹാരത്തിന് ചിലപ്പം വകയില്ലാത്ത ആളുകളാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ വിട്ടുവീഴ്ച ചെയ്യുക. ആ കുട്ടിയുടെ പിതാവ് പൈസ കൊടുക്കാം എന്ന് പറഞ്ഞു, അടുത്ത മാസം കൊടുക്കാമെന്ന് പറഞ്ഞാണ്. ആദ്യം ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പിന്നെ കുട്ടി പോന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലാതെ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ശേഷമാണ് ഇവർ തന്തയില്ലാത്ത പരിപാടി ചെയ്യുന്നത്, ഈ കുട്ടീനെ പുറത്ത് നിർത്തിയിട്ട്. ആ ഒരു കുട്ടി ഇപ്പോൾ ആ ബസ്സിലിരുന്നാൽ എന്താ കുഴപ്പം? എന്താ 500, 1000, അടുത്ത മാസം കൂടി 1500, അങ്ങനെ 3 മാസം 1500 രൂപ കൊടുക്കേണ്ടി വരും. അത് ഈ അടയ്ക്കാനില്ലാത്തത് കൊണ്ടല്ല, ഇവരെന്നിട്ട് ഏറ്റവും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവർ അങ്ങനെ കുട്ടീനെ പിന്നെ സ്കൂളിലോട്ട് വിട്ടത്. UKG വിദ്യാർത്ഥിയാണ്. ആ UKG വിദ്യാർത്ഥിയാകുമ്പോൾ അവൻ്റെ വയസ്സ് എത്ര ഉണ്ടാവും? ചെറിയ കുട്ടിയാവും. കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിഷമം വരും. കാരണം ഇതൊന്നും ഇവിടെ യൂട്യൂബ് ചാനലും മറ്റേ ന്യൂസ് ചാനലും കാണാനുള്ള ഒരു വഴിയില്ല, കാണുകയില്ല, അതിനെപ്പറ്റി സംസാരിക്കത്തില്ല. കാരണം ALP സ്കൂളാണ്, ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ സ്കൂളല്ല. സുഡാപ്പികളുടെ മുസ്ലിമിൻ്റെയൊക്കെ സ്കൂൾ തന്നെയാവും, അല്ല ഹിന്ദുക്കളുടെ സ്കൂളാവും. കാരണം ഇതൊക്കെ വ്യക്തമായ ഒരു അജണ്ടയാണ്. ഇതൊന്നും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അറിയുന്നില്ലേ? നിങ്ങൾ ഘോരം വാദിച്ചല്ലോ. നിങ്ങളാ മറ്റേ ഈ സെൻറ്റ് റീത്ത സ്കൂളിൻ്റെ പേരിൽ ഓൾറെഡി സെക്കൻഡിൽ നിങ്ങൾ പിന്നെ ഇതെടുത്തല്ലോ, നിയമം എടുത്തല്ലോ. കുട്ടീനെ സ്കൂളിൽ ഹിജാബ് ഇല്ലാതെ കയറ്റണമെന്ന് പറഞ്ഞിട്ട്, അല്ല ഹിജാബ് ഇട്ടിട്ട് കയറ്റണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇന്നലെ ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. എളമക്കരയിൽ ഒരു സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളാണ്, സർക്കാർ സ്കൂളാണ്, അവിടെ 5 വിദ്യാർത്ഥികളെ 9 മാസമായിട്ട് പുറത്ത് നിർത്തി. 5 പെൺകുട്ടികളെ. +2 പഠിക്കുന്നവരുണ്ടാവും, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ടാവും, ഹൈസ്കൂളിൽ പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും. തട്ടിട്ടവരും ഉണ്ട്, തട്ടിടാത്തവരും ഉണ്ട്. ഇതൊന്നും നിങ്ങളുടെ ചെവി കാണുന്നില്ല. ഈ വാർത്ത ഇന്നലെ ഞാൻ കണ്ടതാണ്, ഒരു ഓൺലൈൻ ചാനലിൽ കണ്ട, കർമ്മ ന്യൂസിലാണെന്ന് തോന്നുന്നു. അത് ഇന്നലെ ഞാനിത് വീഡിയോ ചെയ്തതാണ്. കാരണം ഇതൊക്കെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയാം. ഒരു രാമോലി എന്ന് പറഞ്ഞൊരു എവിടെ ഒരുത്തനുണ്ട്, നമ്മുടെ മലപ്പുറം ജില്ലക്കാരനാണെന്നാണ് തോന്നുന്നു. ഇവന് ഇരട്ടത്താപ്പ് നയമാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്നത്. ഈ സെൻറ്റ് റീത്ത സ്കൂളിനെ പറ്റി പറഞ്ഞാണ്. അവൻ ഇതൊന്നും കാണുന്നില്ല. ഇതൊക്കെ ഇരട്ടത്താപ്പ് നയമല്ലേ? ഇപ്പോൾ ഈ എളമക്കരയിലത്തെ അത് ഇരട്ടത്താപ്പ് നയമല്ലേ? ഈ സെൻറ്റ് റീത്താസ് മാത്രമല്ല ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മലപ്പുറത്തെ കുട്ടിയുടെ വിഷയമാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി UKG കുട്ടിയാണ്. കാരണം അതിൻ്റെ മനസ്സ് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എത്ര മനുഷ്യന്മാർക്കറിയാം. കാരണം പല ആളുകളും ഈ കുട്ടീനെ ഈ ഫേസ്ബുക്കിൽ കണ്ടിട്ട് അതിൽ മെസ്സേജ് വിടുക ഒക്കെ ചെയ്തിട്ട് കുട്ടീൻ്റെ പഠന ചെലവിനുള്ള പൈസ വരെ എടുക്കാമെന്ന് ഏറ്റവരുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്കൂൾ മാനേജ്മെൻറ്റ് അറിയേണ്ടി കണ്ടിട്ടുണ്ട്. അവിടുത്തെ ചേലേമ്പറ ALP സ്കൂളിലെ അധ്യാപകരെ അറിയണം. നിസാര 1000 രൂപയ്ക്ക് ആ കുട്ടിയൊന്ന് അവിടെ ഇരുന്ന് പഠിച്ചോട്ടെ എന്ന് വെച്ചാൽ പോരെ? കാരണം ഇതൊക്കെ ഞാൻ കുട്ടിയുടെ ഭാഗത്തെ സപ്പോർട്ട് നിൽക്കുകയുള്ളൂ. അതൊക്കെ ഓക്കെ, ന്യായമാണ്. ഒരു 1000 രൂപ ഇല്ലാതെ പോയി. കാരണം പാവപ്പെട്ടവരാണ് എല്ലാവരും. ഇപ്പോൾ പണക്കാരായിക്കൊള്ളണമെന്നില്ല, ഗൾഫുകാരും അല്ലാത്തവരൊന്നും ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിവേചനമൊന്നും പാടില്ല. അതും സ്കൂൾ തന്നെയല്ലേ, ക്രിസ്ത്യൻ സ്കൂൾ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ വിവരം ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. കാരണം ഇന്നലെ ഒരു ദിവസം ഞാൻ ന്യൂസ് കണ്ടിട്ടുള്ളൂ. ഇന്നിപ്പോൾ അതിനെപ്പറ്റി ഒരു ന്യൂസ് വന്നിട്ടില്ല.
വരൂല, വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെയാണ് ഈ ഓരോ സംഘടനകളുടെ ഓരോ സ്കൂളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. അതിനെപ്പറ്റി ഇവിടെ യൂട്യൂബേഴ്സിനും സംസാരിക്കില്ല, ന്യൂസ് ചാനലിനും സംസാരിക്കില്ല. എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യൻ സ്കൂൾ ഉണ്ടെങ്കിൽ അതിനെ പൊക്കി പിടിച്ചിട്ട് അത് കുത്തി മാന്തി അതിലെന്തെങ്കിലും ചകഞ്ഞ് പിടിച്ച് പുറത്തിടാനുള്ള പരിപാടിയാണ്. മനസ്സിലായല്ലോ? ഇതൊക്കെ തന്നെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഈ ഇരട്ടത്താപ്പ് നയം പറയുന്ന യൂട്യൂബർമാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോയും കൂടി ചെയ്യുക. അതല്ലാതെ ഈ ക്രിസ്ത്യൻ സമുദായത്തെ മാത്രം ഉയർത്തി പിന്നെ താത്തിക്കെട്ടിട്ടുള്ള ഒരു സംസാരം അത് വേണ്ട. നിങ്ങൾ എല്ലാതും വീഡിയോ ചെയ്യണം, എല്ലാവരും നിങ്ങൾ വീഡിയോ ചെയ്യണം. അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് അത് മാത്രം അലക്കിയിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായല്ലോ? ആ കുട്ടിയുടെയൊക്കെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കെ. അതിൻ്റെ മാതാവും പിതാവും എത്ര വിഷമിക്കുന്നുണ്ടാവും. ഒരു കൂലിപ്പണിക്കാരനാവും, ഇനിയിപ്പോൾ ആരെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും അവൻ്റെ അന്നത്തെ ഈ അരി അവനെ ഒരു ദിവസത്തെ കൂലി കൊണ്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് അരി വാങ്ങണം, മാസത്തിൽ കുട്ടികളുടെ ഫീസ് അടയ്ക്കണം, ഈ സ്കൂൾ ബസ് ചാർജിൻ്റെ ഉള്ള അതിൻ്റെ ചാർജ് കൊടുക്കണം. ഇതൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഇതൊന്നും വിദ്യാഭ്യാസ മന്ത്രി കാണുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെട്ടിട്ട് അതിലൊന്നും സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ് കാര്യമുണ്ട്. നിങ്ങൾ ഈ വർഗീയത വിട്ട് ഈ ഒരു ക്രിസ്ത്യൻ സ്കൂളിനെ പറ്റിയിട്ട് അതിൻ്റെ മാത്രം പുറകെ തൂങ്ങി പിടിച്ചിട്ട് ഒന്നും കാര്യമില്ല. ഈ സുനിതാ ദേവദാസും മറ്റവരൊക്കെ ഇന്ന് എവിടെ ആയിരുന്നു? ഈ വിവരമൊന്നും അറിയുന്നില്ല, ആരും അറിയുന്നില്ല. രാഹുലൊക്കെ ഉണ്ടായിരുന്നില്ല, രാഹുൽ ഈശ്വരൊക്കെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ സുനിതാ ദേവദാസിനെ അഭിനന്ദിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ അഭിനന്ദിക്കുന്ന ആൾക്കാരൊന്നും ഇത് കാണുന്നില്ലേ? ഇതും സ്കൂൾ തന്നെയാണ്. അതോ മുസ്ലിം സുഡാപ്പികളുടെ സ്കൂളായതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിട്ടാണോ? ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾ എളമക്കര, അവിടുത്തെ വിഷയം എന്താ? അതെന്താന്ന് ഈ കുട്ടികളെ നോക്കി ഒപ്പം നിന്ന കുട്ടികളായിട്ട് ആൺകുട്ടിയായിട്ട് സംസാരിച്ചു ഒന്ന് സെൽഫി എടുത്താണ് പ്രശ്നം. എന്നിട്ട് അതിനൊക്കെ ഇല്ലാത്ത അപവാദങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി അവിടെ സ്കൂൾ മാനേജ്മെൻറ്റൊക്കെ. ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ ഇന്നലെ ഒരു ദിവസം ഈ ടി വിയിൽ വന്നതാണ്, അല്ല മൊബൈലിൽ ഞാൻ കണ്ടതാണ്. ഈ ചേരാമ്പ്ര സ്കൂളിലെ സംഭവം ഇന്നലെ ഈ കുട്ടീനെ പുറത്ത് നിർത്തിയത്, അല്ലെ ബസ്സിൽ കയറ്റാതെ ഒഴിവാക്കി നിർത്തത്, അത് ഇന്നലെ കണ്ട. ഇന്ന് അതിനെപ്പറ്റി ന്യൂസൊന്നും കണ്ടിട്ടില്ല, കാണൂല. അതൊക്കെ ഈ പൊക്കി പൊതിഞ്ഞവിടെ വെക്കുമല്ലോ. സംഘടനകളായ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണം? ശരിയെന്നാ, കൊള്ളാം മന്ത്രി. പിന്നെ എന്തായാലും നിങ്ങൾക്ക് കഷ്ടകാലം തന്നെയാണ്. കാരണം വെച്ചാൽ ഈ സെൻറ്റ് റീത്ത സ്കൂളിൻ്റെ പ്രശ്നം കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ആരോപിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇനിയും വരും ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ ദൈവം കൂടെ ഒപ്പം അല്ലായിരുന്നു, പിന്നാലെ പുറകെയായിരുന്നു. ഇപ്പോൾ ദൈവം കൂടെയാണ്. കാരണം ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളുണ്ട്, സാക്ഷാൽ ദൈവം. അദ്ദേഹം ഇതൊക്കെ കാണുന്നുണ്ട്, അയാൾ ഇത് കണ്ടിട്ടാണ് പറയും. ഇതിനൊക്കെ ഓരോ കൂലി കൊടുക്കുന്നുണ്ട്. ഈ ക്രിസ്ത്യൻ സമുദായത്തെ ഈ സ്കൂളിനെ ഇത്ര രീതിയിൽ അവഗണിക്കുന്നതാണ്. അപ്പോൾ ഈ അവഗണിക്കുമ്പോൾ അതിന് ഉള്ള കൂലി അപ്പം നിങ്ങൾക്ക് തക്കതായ കൂലി കിട്ടും. ശരിയെന്ന് നിർത്തുന്നു. ഓക്കെ, ബാക്കി പിന്നൊക്കെ പറയാം. ഓക്കെ.